പലതരം ചേരുവകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ പഴംപൊരി റെഡിയാക്കാം. ഇത് ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്തും അല്ലാതെ ഓയിലിൽ പൊരിച്ചെടുക്കാം. നിങ്ങൾ ബട്ടർ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റി. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം. പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് നീളത്തിലും വീതിയിലും 3ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഏലക്കപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ ഇട്ടെടുക്കാം. പഞ്ചസാര ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണോളം ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുത്ത് ഒരു ലൂസ് ബാറ്റർ തയ്യാറാക്കാം. സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ തയ്യാറാക്കുന്ന ബാറ്ററിൻ്റെ അത്രയും തിക്കിലല്ല കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത്. ഇത്തിരി ലൂസായിട്ട് തയ്യാറാക്കാൻ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പിന് താഴെയായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴമിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാറ്റർ കുറച്ചുകൂടി തിക്കായിട്ട് എടുത്തിട്ട് ഓരോ പഴമായിട്ട് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പുറത്ത് കുറച്ചുകൂടി കവറിങ് കിട്ടും. പക്ഷെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നല്ല പണിയായിരിക്കും. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് റസ്ക് പൊടിച്ചതാണ്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റസ്ക് പൊടിച്ചത് നമ്മൾ ചേർക്കുന്നത്. ഒരു 10-12 റസ്ക് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. റസ്ക് പൊടിച്ചതിൽ മാത്രമൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുള്ളത്. ഒരു 5-6 ബ്രെഡ് എടുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ ബാറ്റർ മുക്കി വെച്ചിട്ടുള്ള പഴം ഓരോന്നോരോന്നായിട്ടെടുത്ത് ആദ്യം തന്നെ റസ്ക് പൗഡറിൽ മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. കട്ട്ലൈറ്റ് ചെയ്ത് വയ്ക്കുന്ന അരി ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കാം. നമുക്കിവിടെ റസ്ക് പൊടിച്ചതാട്ടോ കൂടുതൽ വേണ്ടത്. റസ്കിൽ നന്നായിട്ട് പൊതിഞ്ഞ ശേഷമാണ് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി വെക്കുന്നത്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കരിയാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്ത റസ്ക് പൗഡർ കുറഞ്ഞു പോയി, അതുകൊണ്ട് ബ്രെഡ് ക്രംസിൽ തന്നെ മുക്കി വയ്ക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്രിസ്പിനെസ് കിട്ടില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ കുറച്ച് ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിൽ ബട്ടർ ഒഴിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറൊക്കെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് പഴം ഇട്ടെടുത്ത് ലോ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് തന്നെ ഇടാം കേട്ടോ. കുറച്ച് സമയം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പഴത്തിൻ്റെ ഉള്ളൊരു 3/4 ഭാഗത്തോളെങ്കിലും കുക്കാവണം. നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കുക്കായി വരും. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് മാറ്റാണ്. നമ്മൾ സാധാരണ രീതിയിലും ഇത് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. 2 രീതിക്ക് ചെയ്യുമ്പോഴും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. മറ്റേ ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ പഴം നന്നായിട്ടങ്ങ് വെന്ത് ഇങ്ങനെ കുഴഞ്ഞു വരില്ല. ഇച്ചിരി ഇത് കണ്ടോ, ഇതേമാതിരി ഇരിക്കും. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇത് നമ്മൾ ഓയിലിൽ പൊരിച്ചെടുത്തതാണ്. അത് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.